സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ട് കൈകളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ കർത്താവിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഓർമ്മിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ശബ്ദം ഉയർത്തി ഓർമ്മിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ കൈകൾ ഉയർന്നിരിക്കട്ടെ. മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന നിമിഷമാകുകയാണ്. ചേർന്ന് സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നു യോഗ്യനേ, സകല നാമവും പാടുന്നു ദൈവ പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നു യോഗ്യനേ, സകല നാമവും പാടുന്നു ദൈവ പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, അവൻ മാത്രം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അതിനോടൊപ്പം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അവന്റെ പ്രാകാരങ്ങളിൽ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നു യോഗ്യനേ, സകല നാമവും പാടുന്നു ദൈവ പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നു യോഗ്യനേ, സകല നാമവും പാടുന്നു ദൈവ പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. You are holy. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. കണ്ണുകളടച്ച് കരമുയർത്തി യേശു പരിശുദ്ധൻ. അപ്പാ അങ്ങ് മാത്രം. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഒരു പ്രാവശ്യം കൂടെ യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. അവന്റെ സാന്നിധ്യം ഈ കൊച്ചുത്തരത്തിൽ വ്യാപരിക്കുന്നു. അവന്റെ മഹത്വം കൊണ്ടിന്ന് പകലിനെ നിറയ്ക്കുന്നു. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നു യോഗ്യനേ, സകല നാമവും പാടുന്നു ദൈവ പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നു യോഗ്യനേ, സകല നാമവും പാടുന്നു ദൈവ പരിശുദ്ധൻ. ആർത്ത് വിളിച്ചത് ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
യേശു പരിശുദ്ധൻ. അകന്നു വീശി യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. പരിശുദ്ധനായ കർത്താവേ, സ്തുതിയും സ്തോത്രത്തിനും ആരാധനയ്ക്ക് യോഗ്യനെ ഇന്ന് പകൽ സകലതും മറന്ന് അങ്ങേ ആരാധിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. എത്ര പേർക്ക് കർത്താവ് നല്ലവനാണ്? ഒരു വർഷമാകുന്നു നമ്മുടെ ചർച്ച തുടങ്ങിയിട്ട്. ഇന്ന് ഈ സമയം വരെ ദൈവം നമുക്ക് നല്ലവനാണ് ഉറപ്പുള്ളവർ സന്തോഷത്തോട് നല്ലത് പറഞ്ഞാൽ കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാണ്. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യനാരുമില്ല. നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷതയുള്ളത്? ഉത്തരം, എന്റെ പ്രിയൻ 10,000ങ്ങളിൽ സുന്ദരനാണ്. അവൻ വെണ്മയും ചുവപ്പ് നിറഞ്ഞവനാണ്. കരങ്ങൾ അടിച്ചു ചേർന്ന് പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാണ്. Yeshua por la
എത്ര പറഞ്ഞാലും മതി വരാതെ, എത്ര സ്തുതിച്ചാലും മതി വരാത്തൊരു കൈയടിച്ചു വാ തുറന്ന് അവനൊപ്പം പറയാൻ ഒരാളില്ല. അവൻ മാത്രം ആരാധനയ്ക്കുണ്ട്. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. കരവും ശബ്ദവും ഉയർത്തി ഒന്നിച്ചെല്ലോട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞത്. ആയുധമില്ലാതെ യുദ്ധം ചെയ്ത് വിജയിക്കാൻ ദൈവം വ്യവഹരിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് സ്തോത്രമെന്ന യാഗമാണ്. 3 രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധത്തിന് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറഞ്ഞത് 4 രാജ്യത്തെ വിളിക്കണം. ഇത് പകലൊരു ദൂത് ഞാൻ കൈമാറാം. ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ കാര്യം തീർക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. 3 രാജ്യം യഹോശാഫാത്തിനെതിരെ വന്നപ്പോ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. യഹോശാഫാത്ത് രാജവസ്ത്രം മാറ്റിവെച്ചിട്ട് ജനത്തിന്റെ മുമ്പിൽ നടന്ന ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. മൂന്ന് രാജ്യം പരാജയപ്പെടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആയുധമെടുക്കാതെ, അമ്പെയ്യാതെ, മുറിവേൽക്കാതെ ജനത്തിന് വിടുതൽ ദൈവം വെച്ചിരിക്കുന്നത് സ്തോത്രം പറയുമ്പോൾ വിടുതലാക്കി ദൈവം മാറ്റുകയാണ്. നിന്റെ ആദരത്തിൽ സ്തുതി ഉയരുന്നെങ്കിൽ, നിന്റെ ആദരത്തിൽ ഹല്ലേലൂയ ഉയരുന്നെങ്കിൽ ഉറപ്പു തരാൻ നിനക്ക് ജയം ദൈവം തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്നിച്ചൊരു ആമീൻ പറഞ്ഞാട്ട്, ജയം ഇന്ന് പകൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്നിച്ചൊരു ആമീൻ പറഞ്ഞാട്ട്. പല വിഷയത്തിനുമുള്ള വിടുതൽ എവിടെ നിന്ന് കിട്ടി? കായിക ബലം കൊണ്ടല്ല, ബാങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉള്ളത് കൊണ്ടല്ല. ദൈവം തന്ന വിടുതല്, ദൈവത്തെ ആരാധിച്ചപ്പോ കിട്ടിയ വിടുതലാണ്. ഒന്നിച്ചൊരു ആമീൻ പറഞ്ഞാട്ട്. ഒരു
പാട്ടുകൂടെ ചേർന്ന് പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. സ്വർഗീയ പിതാവേ, നിന്റെ സ്വർഗത്തിലെ സ്വർഗത്തിലെ പോലെ ഭൂമിയാകണേ. സ്വർഗീയ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയാകണേ. ഭിക്ഷുവിനെ പോലെ എന്നു ഞാൻ വരുന്നേ നിത്യകം ചെയ്യുവാൻ. എന്നു ഞാൻ വരുന്നേ നിത്യകം ചെയ്യുവാൻ. ഇഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാനിന്നു ബോധമാം. എന്റെ ഇഷ്ടമൊന്നും വേണ്ടതില്ലേ. അങ്ങേ ഇഷ്ടം എന്നെ ബോധമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ടതില്ലേ. അങ്ങേ ഇഷ്ടം എന്നെ ബോധമാക്കണേ. Thank you.
ചെയ്തു തികയ്ക്കുന്നവന്റെ ആഹാരം തികയ്ക്കുന്നവന്റെ ആഹാരം പാടിക്കേ നിന്നിഷ്ടം ചെയ്യുവാൻ പതിയുണ്ട് ഞാനിപ്പോൾ പോകണം എന്റെ ഇഷ്ടമൊന്നും വേണ്ടവിയല്ലേ അങ്ങേ ഇഷ്ടമെന്ന് പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ടവിയല്ലേ അങ്ങേ ഇഷ്ടമെന്ന് പൂർണ്ണമാക്കണേ ഓ എന്റെ കഷ്ടങ്ങൾ ദൈവം വരുന്നതാ എന്റെ പ്രാണരെ ഞാൻ ധ്യാനമാക്കുന്നു ഓ എന്റെ കഷ്ടങ്ങൾ ദൈവം വരുന്നതാ എന്റെ പ്രാണരെ ഞാൻ ധ്യാനമാക്കുന്നു ഓ എന്നെ തകർത്തീരാൻ ഭാഗനിഷ്ഠമേക്ക് എന്നെ തകർത്തീരാൻ ഭാഗനിഷ്ഠമേക്ക് തന്തിരാമന്റെ സമ്പൂർണ്ണമാകട്ടെ തന്തിരാമന്റെ സമ്പൂർണ്ണമാകട്ടെ ഓ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ പതിയുണ്ട് ഞാനിപ്പോൾ പോകണം എന്റെ ഇഷ്ടമൊന്നും വേണ്ടവയ്യേ അങ്ങേ ഇഷ്ടം എന്റെ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ടവയ്യേ എന്റെ തലയിലെ കുടികളെല്ലാം എന്നെ സന്തോഷത്തോടെ എന്റെ തലയിലെ ഓ എന്റെ തലയിലെ
പകലിൽ നമ്മുടെ മേൽ പകർന്ന ദൈവശക്തിക്കായി കരവും ശബ്ദം ഉയർത്തി. എത്രത്തോളം ശബ്ദം ഉയർത്താൻ പറ്റും അത്രത്തോളം ശബ്ദം ഉയർത്തി ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട് അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി. ഒരു ദൂതി ഞാൻ കൈമാറാം. കഴിഞ്ഞ ചില ദിവസങ്ങളായി നിന്നെ കുലുക്കത്തക്കവണ്ണം നിനക്കെതിരെ ഉണ്ടായ പ്രശ്നത്തെ ഇന്ന് പകൽ ആത്മാവിൽ നീ ദൈവത്തെ സ്തുതിച്ച നിമിഷം തന്നെ ആദ്യമേൽ കർത്താവ് വിടുതൽ അയച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇളകി വന്ന പ്രതികൂലത്തെ, പോരാടി നിന്ന പ്രതികൂലത്തെ, കുടുംബത്തെ ലക്ഷ്യമിട്ട് നിന്ന ചില പ്രതികൂലങ്ങളെ ഇന്ന് പകൽ ആത്മാവിൽ തളയ്ക്കുന്ന ഒരു ദൈവശക്തി ഇതിന്റെ നടുവിൽ പകർന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുക. കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുറന്നുള്ള ശുശ്രൂഷ വഹിച്ചുകൊണ്ട് ബ്രദർ ജോബ് ഇപ്പോൾ മുന്നോട്ട് വന്ന ചുരുക്ക വാക്കുകൾ ശബ്ദമുയർത്തി പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. പാടുവാനും പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവം സഹായിച്ച കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ദൈവജനത്തെ കൂട്ടിവരുത്തിയല്ലോ. ഇത്രത്തോളം മഹിമയോടെ ഞങ്ങളെ കാണുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും നിന്ന് കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹത്തോടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കടന്നു വന്ന ദൈവജനത്തെ എല്ലാം അനുഗ്രഹിച്ച് മടക്കി അയക്കുവാൻ ദൈവമേ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ കൃത്യമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അഭിഷിക്തദാസനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ദൈവവചനം ഹല്ലേലൂയ ഞങ്ങൾ കേൾപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഹല്ലേലൂയ കർത്താവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ ഈ സഭയെ കർത്താവ് വളർത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടുത്ത ഹല്ലേലൂയ ഒരു വർഷക്കാലം കൂടെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. ഹല്ലേലൂയ വിശാലമായി കർത്താവ് ഈ സഭയെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവജനം ഹല്ലേലൂയ പ്രവഹിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ദേശത്ത് കർത്താവിന്റെ മഹിമ ഹല്ലേലൂയ വിളിച്ചറിയിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് മുമ്പിലുള്ള ഹല്ലേലൂയ തിരുമേശയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ചു പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ. എല്ലാ വിശുദ്ധന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനം എല്ലാം അനുഗ്രഹത്തോടെ മടങ്ങി പോവാൻ ദൈവം ഇടയാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് നമ്മുടെ ചർച്ച തുടങ്ങാൻ ദൈവം ഭാഗ്യം ഒരുക്കി. ദൈവം നമ്മോട് പറഞ്ഞൊരു പ്രവചനമുണ്ട്, ഞാൻ നിങ്ങളെ ദേശത്ത് വർദ്ധിപ്പിക്കും. അവർക്കൊരാമ്യം പറഞ്ഞത് ആ വർദ്ധനവ് 1000 മടങ്ങായി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഒരു വർഷം കൊണ്ട് ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ ഇനിയും ഉള്ള കാലഘട്ടം വേഗത്തിൽ സഭ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കണ്ടത് ഇതിനകത്ത് തിങ്ങിയിരിക്കുന്ന ജനത്തെ അല്ല, ഞാൻ കണ്ടത് ആയിരക്കണക്കിന് ഇരുന്ന ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നതാണ്. നമ്മുടെ ചർച്ചിന്റെ പേര് രഹബോത്ത് വർഷിപ്പ് സെന്റർ എന്നാണ്. ആരാധനയുടെ സെന്ററാണ്. ആരാധിക്കുന്നിടത്ത് വിടുതലുണ്ടാകും, ആരാധനയ്ക്കിടത്ത് സൗഖ്യമുണ്ടാകും. പല സഭകളിലും ആരാധന കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ വിളിച്ചു വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്ന ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം, നിനക്ക് വേണ്ടി ദൈവം ചലിക്കാൻ വേണ്ടി പോവുകയാണ്. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് അംഗപ്രത്യംഗമായി ദൈവത്തെ ആരാധിക്കുക. അതരം കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തെ ആരാധിക്കുക. ആരാധിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം കൂടെ പറയാം, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ആരാധന കഴിയുമ്പോൾ വിടുതൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പനും മോനുമായി ആരാധനയ്ക്ക് വേണ്ടി പോവുകയാണ്. പരസ്പരം പറയുന്നൊരു വാക്കുണ്ട്, അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്. യാഗമൃഗം എവിടെ? പലപ്പോഴും അബ്രഹാം നടത്തുന്ന യാഗം ഇസ്ഹാക്ക് കണ്ടിട്ടുണ്ട്.
ഉത്തരം ഇതാണ്, ദൈവം കരുതിക്കൊള്ളു. ഒന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തോട് പറ, വിഷമിക്കേണ്ട, കർത്താവ് കരുതിക്കൊള്ളു. ഓരോ നിമിഷവും മുന്നോട്ട് ചുവട് വെച്ച് പോകുമ്പോഴും അപ്പന്റെ ഹൃദയത്തിന്റെ ഇടുപ്പ്, അപ്പന്റെ ഹൃദയത്തിന്റെ ഇടുപ്പ് ഭയങ്കര. മക്കളെ കുറിച്ചുള്ള ഭാരം കേട്ടോ, നമ്മൾ പറയുന്ന പോലെ അല്ല. സഹോദരിമാരെന്തെങ്കിലും അത് ഇല്ല ഇതില്ല എന്ന് പറയുന്നത് മാത്രം. പക്ഷേ തീ നെരിപ്പൊട്ടിൽ തീ കൊണ്ട് നടക്കുന്ന പോലെ അപ്പന്മാര് നടക്കുന്ന കാര്യങ്ങൾ നടക്കാൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇസ്ഹാക്കിനെ നോക്കുമ്പോ എന്റെ മോനെയാണല്ലോ ആൾ നടത്തേണ്ടത്. തൊട്ടടുത്ത നിമിഷം വചനത്തിൽ തന്റെ ഉറപ്പ് തരും. ചാരത്തിനകത്തു നിന്നും 100 കണക്കിന് ഇസ്ഹാക്കന്മാരെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് മുതൽ നീ വിശ്വസിച്ചോ, ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നിനക്കുള്ള കരുതൽ വെളിപ്പെടാൻ വേണ്ടി പോകുക. അത് വിശ്വസിച്ച് ഒന്നിച്ചു ആർത്തുരാമ്യം പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. എത്രത്തോളം ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ, ഇവിടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഇത് രഹോവത്തായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ദൈവത്തെ പാടി ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന നൃത്തം ചെയ്യണം, നൃത്തം ചെയ്യുക. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. ഒന്നിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിടം പോലെ. ഇനിയും കരുതിടണേ, ഇനിയും
Thank you, Jesus. Holy Spirit, thank you, Jesus. കറണ്ടിന്റെ പ്രശ്നമുണ്ട്. ഇൻവേർട്ടറിലാണ്. ഇൻവേർട്ടർ ലോഡ് നിൽക്കുന്നില്ല. കുറച്ചു നേരത്തേക്ക് ഫാനെല്ലാം ഓഫ് ചെയ്തു. ശുശ്രൂഷകളിൽ ഫാൻ 136 സങ്കീർത്തനം വാചകം പ്രതി വാചകമായി പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. 136 സങ്കീർത്തനം വാചകം പ്രതി വാചകമായി പാടി ദൈവത്തെ സ്തുതിക്കാം. എല്ലാ വാക്യത്തിന്റെ ആദ്യത്തിലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ അവരുടെ കൈ എന്നേക്കുള്ളത് പറയുമ്പോൾ ബാക്കി ഭാഗം നിങ്ങൾ ഒന്നിച്ചു പറയണം. അവൻ നല്ലവനല്ലോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോട് ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന്, മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠരാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമ്മോരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ യോഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേൽ അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരുടെ കയ്യിൽ നമ്മെ വിടിവിച്ചവന്, സകലജടത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. നമ്മുടെ കരം ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യുക. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുക. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്യുക. രക്ഷിപ്പാൻ ആഹാരം തന്നവന് സ്തോത്രം ചെയ്യുക. ധരിപ്പാൻ വസ്ത്രം തന്നവന് സ്തോത്രം ചെയ്യുക. പാർക്കുവാൻ പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുക. തകർത്തിണ്ടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, മഹാപുരുഷാരത്തിന്റെ കോശം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈദികന്മാർ വീണ മീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. സ്വർഗസ്ഥനായ ദൈവത്തിന് ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായുടെ നിശബ്ദമായ ദൈവത്തെ കാത്തു നിൽക്കുക. തകർന്നു എന്ന് തോന്നിയ സ്ഥാനത്തുനിന്നും ഉദ്ധരിക്കുന്ന ദൈവം നിന്നെ ഉദ്ധരിച്ചു കൊണ്ടുവന്നിരിക്കുക. നിന്റെ വിളക്ക് കെട്ടുപോയെന്ന് അനേകം നിന്നെ കുറിച്ച് പറഞ്ഞതാണ്. നിന്റെ ഭാവി അവസാനിച്ചുവെന്ന് നിന്നെ കുറിച്ച് പ്രവചിച്ചതാണ്. പക്ഷേ നിന്റെ ദീപത്തെ കത്തിക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്നെ കത്തിച്ചിവിടെ കൊണ്ടുവന്നിരിക്കുക. വഴിയറിയാതെ നീ ഭാരപ്പെട്ടപ്പോൾ, എങ്ങോട്ടും പോകണമെന്നറിയാതെ നീ വേദനിച്ചപ്പോൾ, വഴി ഇതിൽ നിന്ന് ഞാൻ നിന്നെ നടത്തിയ ദൈവമാണ്. ഞാൻ നിന്നെ ശത്രുവിന് വിട്ടുകൊടുക്കുകയില്ല. ഒരു ആഭിചാരത്തിനും നിന്നെ തകർക്കാൻ കഴിയുകയില്ല. ഇന്നു മുതൽ ഞാൻ നിന്റെ ദൈവമാണ്. ഇന്നു മുതൽ ഞാൻ നിന്റെ രാജാവാണ്. ഞാൻ നിന്നെ ദേശത്ത് ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. ശബ്ദമുയർത്തി ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് ഞങ്ങളുടെ നടുവിൽ വന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയുടെ എല്ലാവർക്കും ദൈവസഹായം.
കർത്താവിന്റെ ധന്യ തിരുനാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം. പുതിയതായി ചില പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരെല്ലാം സഭായോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്നത്തെ സഭായോഗത്തിന്റെ പ്രത്യേകത നമ്മുടെ വാർഷികമാണ്. ഒരു വർഷം അത്ഭുതത്തോടെ ദൈവം നമ്മെ നടത്തി കരുതി ആളുകളെ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുടുംബങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വലിയ കെട്ടിടം നാം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വരുന്നവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീർക്കത്തക്കവണ്ണം ദൈവദാസന്മാരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുക. കേവലം ഭൗതിക നന്മകളുടെ പുറകെ അല്ല നാം ഇറങ്ങിയത്, നിത്യതയിൽ എത്താനുള്ള ദർശനത്തിന് വേണ്ടിയാണ്. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽ നമ്മെ വളരെ സ്നേഹിക്കുകയും നമ്മുടെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ കത്തുദാസൻ പാസ്റ്റർ കെ പി അവറുകൾ IPCയുടെ ജനറൽ കൗൺസിൽ മെമ്പറാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകും, എല്ലാ ക്രമീകരണങ്ങളും IPCയുടെ ഭാഗത്തുനിന്നുള്ളത് ഞങ്ങൾ ചെയ്തു തരാം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് IPC ജനറൽ കൗൺസിലിന്റെ കീഴിൽ നിൽപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. നമ്മുടെ ചർച്ച് രജിസ്റ്റർ ചെയ്തു. രഹബോത്ത് ചർച്ച് എന്ന പേരിൽ മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്ന നമ്മളെ ഇന്ന് പകൽ അതിന്റെ അടുത്ത് IPCയുടെ ചേർക്കത്തക്കൊണ്ട് കർത്തൃദാസൻ പ്രാർത്ഥിച്ച് ഈ വാർഷിക മീറ്റിംഗ് സഭായോഗത്തിന് ശേഷം നടക്കുമ്പോൾ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഉറപ്പുണ്ട്, എവിടെയെല്ലാം നിന്നെ താഴ്ത്താൻ ആളുകൾ ശ്രമിക്കുന്നോ അവിടെയൊക്കെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനത്തിൽ എന്റെ താഴ്ചയിൽ എന്നെ വഴക്കിടാൻ ഇഷ്ടമില്ല, ശണ്ടയിടാൻ ഇഷ്ടമില്ല, പോരാടാൻ ഇഷ്ടമില്ല, ആരുമായിട്ട് ഒരു പിണക്കവുമില്ല. ഇസ്ഹാക്ക് മാറിപ്പോയി കുഴിച്ചൊരു കുഴി, അതിനകത്ത് വെള്ളം കണ്ടു, ആരും വഴക്കിടാൻ വന്നില്ല, അതിന് രഘുപത്ത് എന്ന് പേരിട്ടു. എല്ലാം പ്രാർത്ഥിച്ച് നിയോഗം അനുസരിച്ചാണ് നമ്മുടെ ചർച്ചിന്റെ മൂവ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്തദാസൻ ഇന്നലെ കുമളിയിലായിരുന്നു ശുശ്രൂഷ. ഞാൻ ഇന്നലെ രാത്രിയിൽ വിളിച്ചു, മോനെ ധൈര്യമായിട്ടിരുന്നു, ഞാൻ അങ്ങ് എത്തുമെന്ന് പറഞ്ഞു. കൃത്യ സമയത്ത് വന്നു. നിങ്ങൾക്കറിയാം IPCയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. വളരെ നല്ല ആത്മീയ നിലവാരത്തിലേക്ക് ചർച്ചിന്റെ ക്രമീകരണങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരെ IPC പ്രസ്ഥാനം സഹായിക്കുന്നുണ്ട്. ഒരു ID കാർഡിന് വേണ്ടിയൊക്കെ മണിക്കൂറുകളും ആഴ്ചകളും കുമ്പനാട്ടെ കിടന്ന് കറങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവദാസന്റെ ശ്രദ്ധയിൽപ്പെട്ട എന്താ ദൈവദാസനെ വന്നത് ID കാർഡിന് വേണ്ടി. എവിടുന്ന വയനാട്ടിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ഒക്കെ വണ്ടി പിടിച്ചു വന്ന കാർഡ് കിട്ടാതെ തിരിച്ചു വേദനിച്ചു പോകുമ്പോൾ പിടിച്ചു നിർത്തി കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല ദൈവദാസനെ ഓർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. തുടർന്ന് ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ കൊച്ചു ബ്രദർ ഇന്നും എന്നോട് വന്നപ്പോ ആരാ വരുന്ന ദൈവദാസനാണോ അതേന്ന് പറഞ്ഞു. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജ് ഭയങ്കര മെസ്സേജ് ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടെന്ന് കൈപൊക്കി കണ്ട ദൈവത്തിന് സ്തോത്രം. ശക്തമായൊരു ദൂതായിരുന്നു നമുക്ക് ലഭിച്ചത്. തുടർന്ന് 2 കരങ്ങളും അടിച്ച് അഭിഷേകത്തിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യും. ദൈവത്തിന്റെ തിരുനാമം ഇന്ന് പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എബ്രഹാം ചെറിയാൻ, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ, കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി നാം അല്പം വൈകിക്കാൻ കഴിഞ്ഞാലും അതിന് സമയമാകുമ്പോൾ ദൈവം നമ്മെ പറിച്ച് ആ ദൈവ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. സ്തോത്രം. വളരെ ദർശനത്തോടെ അതിശക്തിയോടെ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ച ദേശത്തിന്റെ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരുന്ന കർത്തൃദാസനാണ് പാസ്റ്റർ എബ്രഹാം ചെറിയാൻ അവർ.
ലേഖൻ ഇങ്ങനെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്, മറിച്ച് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ആയിരങ്ങളെ നേടുവാൻ തക്കവണ്ണം ദൈവം ഉളവാക്കിയിരിക്കുന്ന എല്ലാ പദ്ധതികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ ആരംഭിച്ച ഈ സഭയുടെ പ്രവർത്തനങ്ങളെ ദൈവം ഒരു വർഷം പരിപാലിച്ച് ജയത്തോടെ നടത്തി ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ്. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തുദാസന് കുടുംബത്തിന് പ്രത്യേകമുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളോടൊന്നിച്ചുള്ള നല്ല കൂട്ടായ്മയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശരിയായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നോട് സംസാരിക്കുവാനായി ഇടയായി തീർന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരോടും ദൈവാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ആ ധനിയയിൽ വെച്ച് പൗലോസ് തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ഓർപ്പിച്ചു: ഒരുത്തൻ നിന്ന് കുടിയിരിപ്പാൻ മനുഷ്യജാതിയെ ഉളവാക്കിയെന്നും അവനെ പാർക്കുവാൻ കാലങ്ങളും കാലഘട്ടങ്ങളും അതിരുകളും നിശ്ചയിച്ചു എന്നാണ്. നമ്മൾ പാർക്കുന്നതിന് പോലും അതിര് നിശ്ചയിച്ച ഭൂമിയിൽ എത്ര ദിവസം എത്ര നാൾ പാർക്കണമെന്ന് തീരുമാനിച്ച് ഓരോ ദിവസവും തന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ് ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മെ ദൈവം ഒരുക്കുമ്പോൾ ആ പദ്ധതിയെ ശീലീകരിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മളെ എത്തിക്കാതിരിക്കേണ്ടതിനും ദുഷ്ടപിശാച് വ്യത്യസ്തങ്ങളായ തന്ത്രങ്ങളെ നമുക്കെതിരായി കൊണ്ടുവരാറുണ്ട്. വിശുദ്ധ പൗലോസാണ് പുതിയ നിയമത്തിൽ വളരെ വ്യക്തവും ശക്തവുമായി ഓർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടാൽ പിശാച് നമ്മളെ ജയം നേടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പിശാച് തന്റെ തന്ത്രങ്ങൾ നാം മനസ്സിലാക്കാതിരിക്കേണ്ടതിന് ഏറ്റവും അധികം പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. വിശുദ്ധ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ എഫേസ്യ ലേഖനത്തിൽ ഇപ്രകാരം ഓർപ്പിച്ചിരിക്കുന്ന ഒരു വാക്യം ഞാൻ ഇവിടെ വായിപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതിന്റെ മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അടുത്തത് 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. അതിന്റെ 5-ാം വാക്യത്തിൽ ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിൽ എന്ന പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. ഇത്രയും കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ.
അപ്പൊ ശക്തി ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നാണ് പൗലോസ് ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് എന്തോ ആവശ്യം വേണം. ഈ പറയപ്പെട്ട കൂട്ടരല്ലാതെ ആരെങ്കിലും ദൈവസഭയ്ക്കകത്തുണ്ടോ? മക്കളെ എന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഉൾപ്പെടുന്നു, ഇല്ലേ? ഭാര്യമാരെ എന്ന് പറയുമ്പോൾ വിവാഹിതരായവരെ എല്ലാവരെയും രക്ഷിക്കുന്നു. ഭർത്താക്കന്മാരെ എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ച എല്ലാ പുരുഷന്മാരെയും രക്ഷിക്കുന്നു. യജമാനന്മാരെ എന്ന് വിളിക്കുമ്പോൾ, ദാസന്മാരെ എന്ന് വിളിക്കുമ്പോൾ, അപ്പോൾ ഇതിൽ വ്യത്യസ്തമായ ഒരു കൂട്ടല് ദൈവസഭയ്ക്കകത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഫലപ്രദമായ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ കർത്താവിന്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ബലം നമുക്ക് ആവശ്യമുണ്ട്. നാം ബലഹീനരാണ്, നാം അശക്തരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഏറ്റവും അധികം വെളിപ്പാടുണ്ടായിരുന്ന പൗലോസോട് കർത്താവ് പറയുന്നത്, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. പൗലോസിന്റെ ബലഹീനത എന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ നാം എത്രയധികം ബലഹീനരാണ്, എത്രയധികം ശക്തിക്ക് നമ്മൾ പാത്രീഭൂതരായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം പൗലോസ് പറയുന്ന കാര്യമാണ് ഇന്നത്തെ എന്റെ ചിന്താ വിഷയം. ദൈവത്തിന് സ്തോത്രം. അതില് 11 12 വാക്യം കൂടെ വായിച്ചാട്ട് പോന്നെ. ദൈവദാസൻ ആദ്യം മുഖവരയിൽ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിൽ ഈ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗത്തേക്ക് നടത്തിയത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിരായുധരായിട്ടിരിക്കുന്ന നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധമാണ് ആരാധന, സ്തുതി, സ്തോത്രം എന്ന് താരവിടെ ആഹ്വാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നാം എന്ത് ചെയ്യണം? എന്നിട്ട് അടുക്കി പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാന് ചിന്തിച്ചു, ഞാനും പിശാചും തമ്മിൽ എന്താണ് പ്രശ്നം? എനിക്ക് പിശാചിനോട് എന്താണ് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ നമ്മുടെ വൈരിയായി നമ്മുടെ സമാധാനത്തെ കെടുത്തി, ആരോഗ്യത്തെ കെടുത്തി, സങ്കടപ്പെടുത്തി, വഴിയടച്ച്, പ്രശ്നങ്ങൾ സൃഷ്ടിച്ച്, അപമാനവും അപവാദവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ നാം പിശാചിനെതിരെ എന്ത് ചെയ്തു? നമ്മളൊന്നും ചെയ്തില്ല. പക്ഷേ അവൻ അത് ചെയ്യുകയാണ്. ഇന്നലെ തുടങ്ങിയതല്ല, അവന്റെ ആരംഭം നമുക്കറിയാം. ഏതും തോട്ടമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, തോട്ടം കാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദാം ചോദിച്ചു കാണും, ദൈവമേ ആർക്കെതിരെ കാക്കണമെന്നാണ് പറയുന്നത്? ദൈവം അപ്പോൾ കൃത്യമായി പ്രഭാത നക്ഷത്രമായിരുന്ന അരുണോദയ പുത്രനായ സ്തോത്രം ലൂസിഫർ ആയിരുന്ന ദൂതനെ സംബന്ധിച്ച് കൃത്യമായി ആദാമിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശ്രദ്ധിക്കുക, ആ പറഞ്ഞ കൽപ്പനകളെ ലംഘിക്കുവാനായി സാത്താൻ ആദാമിനെയും കുടുംബത്തെയും തകർക്കുവാനുള്ള കാരണം മനുഷ്യൻ സൃഷ്ടിച്ച തന്റെ അവകാശങ്ങളും അധികാരങ്ങളും നൽകി ജീവന്റെ വൃഷഫലം കഴിച്ച ദൈവത്തിന് തുല്യരായി തീരുന്ന ആ ദൈവിക ദർശനത്തിൽ നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന് മനുഷ്യവർഗത്തെ മലിനപ്പെടുത്തേണ്ടതിന് സാത്താൻ ഏതെനിൽ ഉപയോഗിച്ച തന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഉപായത്താൽ ഹവ്വയെ എന്ത് ചെയ്തെന്നാ വായിച്ചത്? ചതിച്ചു എന്നാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചും ദൈവത്തെ കുറിച്ചും ഒക്കെ അറിയുന്നത് പോലെ തന്നെ ഒരറിവ് പിശാച് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അന്ന് തുടങ്ങിയ വൈശാലിയ പോരുകൾ തലമുറകളിലൂടെ മനുഷ്യനോടുള്ള ഒരു യുദ്ധമായി മാറി. ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ കേട്ട് സാത്താൻ ഞെട്ടിപ്പോയി. ആദ്യം ലഭിച്ച മകന് കൈൻ എന്ന് പേരിട്ടു. കൈവശം കിട്ടിപ്പോയി. അവ പറഞ്ഞു, ഞങ്ങളെ പരാജയപ്പെടുത്തിയ, ഞങ്ങളെ വഞ്ചിച്ച, ഞങ്ങളെ ഉപായത്തിൽ അകപ്പെടുത്തിയ സാത്താനെ തകർക്കുന്നതിന് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തത് ഞങ്ങളുടെ കൈവശം കിട്ടിപ്പോയി. സാത്താൻ എന്ത് ചെയ്തെന്നാ വായിക്കുന്നത്? തന്റെ സഹോദരനെ സ്തോത്രം കൊല്ലിച്ച് ഒരു കുലപാതകനാക്കി മാറ്റുകയാണ്. മുമ്പ് ദൈവം അവനോട് പറയുന്നു, കൈയിലെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നതും സൺഡേ സ്കൂളിൽ പഠിച്ചിരിക്കുന്നതും ഒക്കെ കയീനും ഹാബേലും യാഗാർപ്പണത്തിനായി കൊണ്ടുവന്നു. യാഗത്തിന് ആടുമായി ആരെത്തി? ഹാബേലെത്തി. കയീനോ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചെന്ന. യാഗത്തിന്റെ പ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് ചേനയും കപ്പയും തേങ്ങായും മാങ്ങായും കൊണ്ടുവന്നത് കൊണ്ടല്ല ദൈവം പ്രസാദിക്കാതിരുന്നത്. കൃഷിക്കാരനായ അവന്റെ യാഗത്തിൽ ഒരു തെറ്റും അവിടെ ഇല്ല. പ്രമാണമൊക്കെ പിന്നീടാണ് വരുന്നത്. അതല്ല വിഷയം. ഇവിടെ വിഷയം ദൈവം കായനിൽ പ്രസാദിച്ചില്ല എന്നാണ്. ഇവിടെ വിഷയം ദൈവം ഹാബേലിൽ പ്രസാദിച്ചു എന്നാണ്. ദൈവം പ്രസാദിക്കേണ്ടത് നമ്മുടെ ദാനങ്ങളിലല്ല, മറിച്ച് അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിലെന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ഒരു പ്രകൃതിയെ എന്നിൽ പുതുക്കണമേ. ഹാബേലിലും ആ പദം ശ്രദ്ധിക്കണേ. ഹാബേലിലും അവന്റെ യാഗത്തിൽ, ഹാബേലിൽ പ്രസാദിച്ചാൽ പിന്നെ അവന്റെ യാഗത്തിന് പ്രസാദിച്ചു. കായീനിൽ പ്രസാദിച്ചില്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുവന്റെ വഴിയിൽ ദൈവം പ്രസാദിച്ചാൽ അവന്റെ ഗമനവും ആഗമനവും ദൈവം സ്ഥിരപ്പെടുത്തും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മിലാണ് പ്രസാദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കേണ്ടത്. എന്റെ പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിക്കേണ്ടത്. എത്ര പേര് ആ മനോഭാവത്തോടിരിക്കുന്നു? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രസാദം അനുഭവിച്ച് നമുക്ക് പോകുവാനിടയായി തീരും. വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. ആ പദ്ധതികൾ ഇങ്ങനെ തുടർമാനമായി സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു ചരിത്രം വേദപുസ്തകത്തിൽ ആദ്യോടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനമായി ദൈവം ഭൂമിയിൽ പെറ്റുപെരുകി വർദ്ധിച്ചു ദൈവത്തിന്റെ മഹത്വമായി തീരുവാൻ പാപം ചെയ്ത ജനത്തിന് യാഗങ്ങളും യാഗാർപ്പണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഒക്കെ കൊണ്ടുവന്നിട്ടും അവരെല്ലാം പരാജിതരായി മാറുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അത്യല്പമായ ഒരു ശേഷിപ്പ് അവൻ വെച്ചില്ലായിരുന്നുവെങ്കിൽ നാം സോദോം പോറയും ഗോമോറയ്ക്ക് തുല്യവും ആകുമായിരുന്നു. ഇനിയും വെള്ളം പോകരുത് ഒരു ഗോപുരം. പ്രൈസ് ദി ലോർഡ്. ദൈവം മേളിലോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നിന്റെ കടിപ്രദേശത്തുനിന്ന് നിനക്ക് സന്തതി ഉണ്ടാകും. ദൈവദാസൻ പറഞ്ഞു, ഇസ്ഹാക്കിനെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, യാഗമർപ്പിച്ചാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല, നിന്റെ തലമുറ തലമുറ തലമുറയായി ഞാൻ നിന്റെ സങ്കേതമാണെന്ന് പറഞ്ഞ് വാഗ്ദത്തത്തിൽ ഉറപ്പിച്ചു. പക്ഷേ അബ്രഹാം മല്ലപ്പെട്ടു. അബ്രഹാമിനെ ദൈവം വിളിച്ചു കൊണ്ടുവന്നപ്പോൾ സാത്താന് മനസ്സിലായി, ഇവന്റെ സന്തതിയാണ് എന്റെ തലയെ തകർക്കാൻ പോകുന്നത്. വന്തിയാക്കി മലിനപ്പെടുത്തി അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അടുത്തത് ഇസ്ഹാക്കിനെ നോക്കിക്കൊണ്ട്
സാത്താന് മനസ്സിലായി ഇവനുണ്ടാകുന്ന സന്തതിയാണ്. യാക്കോബിനെയും ഏശാവിനെയും ഭിന്നിപ്പിച്ച് വാഗ്ദത്തമുള്ള യാക്കോബിനെ ഓടിച്ച് ദൂരെ 20 വർഷം ഭവനം വിട്ടു. താഴോട്ട് നോക്കിക്കേ, രൂബേൻ അവന്റെ സന്തതിയാണ് എന്റെ വലിയ തകർക്കുവാൻ പോകുന്നത് എന്ന് കണ്ട് അപ്പന്റെ കിടക്കയെ മല്ലപ്പെടുത്തി വെള്ളം പോലെ തുളുമ്പുന്നവനെ നിശുഭമാകയില്ലെന്നുള്ള വാഗ്ദത്തത്തിലേക്ക് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ശാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ സാഹചര്യം വന്നു. ഇനി ഏകമകൾ ദീനാമയുടെ സന്തതിയായിരിക്കും എന്റെ തല തകർക്കുമെന്ന് സാത്താന് തോന്നിയത് കൊണ്ട് ശേഖേമിനെ കൊണ്ട് കവർച്ചയായി പോയി മല്ലപ്പെടുത്തി ഏറ്റവും അധികം ഭീകരത അവന്റെ കുടുംബത്തിൽ ഉളവാകുവാൻ ഇടയായി തീർന്നു. ചരിത്രം പറഞ്ഞിങ്ങോട്ട് വന്നാൽ അതിങ്ങോട്ട് വന്നിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 12 ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തത് നമ്മൾ തെരഞ്ഞെടുത്ത പോലല്ല. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട്, ഒരു രാത്രി മുഴുവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കള്ളനായ യൂദായയല്ല എടുത്തത്, കള്ളനായി തീർന്ന യൂദായയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് ദ്രോഹിയായി തീർന്ന എന്നാണ്. അപ്പം യൂദായെ തെരഞ്ഞെടുത്തപ്പോൾ താൻ ആരായിരുന്നു? പ്രാർത്ഥിച്ചു, ഒരു കുറ്റവും ഇല്ലാത്തവനായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് യൂദ അങ്ങനെ സാത്താന്റെ കയ്യിൽപ്പെട്ട സാത്താൻ പ്രവേശിക്കപ്പെട്ടവനായി തീർന്നില്ലായിരുന്നെങ്കിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ മുഴുവൻ യൂദ എഴുതും. അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂദ എഫേസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് ഈ സദസ്സിൽ നിന്ന് ഞാൻ പറയേണ്ടി വരുമായിരുന്നു. യൂദായ്ക്ക് പകരം ദൈവം പൗലോസിനെ കൊണ്ടുവന്നു. ദ്രോഹിയായി തീർന്ന സാത്താന്റെ പ്രവർത്തനം ഈ തലത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അതിന്റെ ഒരു നല്ല ദൃഷ്ടാന്തം നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശയെ ദൈവം വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 40 വർഷത്തെ ജീവിതം, ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഉയർച്ച, നന്മ, വീട്, കാറ്, വാഹനം, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എബ്രഹാം ചെറിയാൻ പാസ്റ്ററോട് എന്നോടൊക്കെ ചോദിക്കണം, എന്തെല്ലാം തിക്ത അനുഭവങ്ങളും വേദനയുടെ അനുഭവങ്ങളും ഉറങ്ങാത്ത രാത്രികളും വെല്ലുവിളികളും അപവാദത്തിന്റെ ഒക്കെ വലിയ നീണ്ട നിര, മറുവശത്തെ ഈണ്ട കാളരാത്രികൾ. അങ്ങനെ 40 വർഷം കൊട്ടാരത്തിൽ വളർത്തി സകല കഴിവുകളും കൊടുത്ത ശേഷം പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, 50-ാമത്തെ വയസ്സിലേക്ക് ദൈവത്തിന് സ്തോത്രം മോശയെ ഇറക്കാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ 40-ാമത്തെ വയസ്സിലെ സ്വന്തം ഇഷ്ടപ്രകാരം സഹോദരങ്ങളെ വിടുവിക്കാൻ പോയി. അതുകൊണ്ട് 30 വർഷം കൂടെ നീണ്ട ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനത്തിന്റെ വിടുതല് 30 വർഷത്തിന്റെ സംഖ്യാക്രമത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞതും ദൈവത്തിന് സ്തോത്രം ഇസ്രായേലിന് വിടുവിക്കപ്പെട്ടതുമായ കാലഘട്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 40-ാമത്തെ വയസ്സിൽ താൻ പോയി അടുത്ത 40 വർഷം നിങ്ങളെ നോർത്തി ഒരു വടി അതിൽ തന്റെ ജീവിതഭാരവും താങ്ങിക്കൊണ്ട് മതി യഹോവേ മതി, മറ്റൊരാളെ ഏൽപ്പിക്കണമെന്ന് പറയത്തക്ക തലത്തിലേക്ക് പാകതയിലും പക്വതയിലും എത്തിയപ്പോൾ ദൈവം പറഞ്ഞു, മറ്റൊരാളെയല്ല, നിന്നെ ഞാൻ കണ്ടത് ജനിക്കുന്നതിന് മുമ്പെയാണ്. നിന്നെ ഞാൻ വിളിച്ചത് നീ ജനിക്കുന്നതിന് മുമ്പെയാണ്. നിനക്ക് നിയോഗം തന്നത് ജനിക്കുന്നതിന് മുമ്പെയാണ്. എന്റെ പദ്ധതി പൂർത്തീകരിപ്പാൻ നീ മാത്രം. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, പല കാര്യത്തിലും മതിയെന്ന് നിരാശയോടെ പറയുമ്പോൾ ജീവിതഭാരം, ദൈവത്തിന് സ്തോത്രം സ്തോത്രം, അത് താങ്ങി നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിന് നടുവിലും ദൈവം പറയുന്നു, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കുവാനുണ്ട്. ഒരുപാട് ഒഴിവൊഴിവ് പറഞ്ഞിട്ടും ദൈവം സമ്മതിച്ചില്ല. ദൈവം അവനെ ഒരുക്കിയെടുത്ത് ശക്തി കൊടുത്ത് മടക്കിക്കൊണ്ടിരുന്നൊരു മോശയെ നിങ്ങൾ ഒരു നിമിഷം നോക്കുമോ? ഫറവോന്റെ മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഫറവോൻ പറയുന്ന കാര്യമുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കയറി വരാം. ആരാധന നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. അത് ഞങ്ങളുടേതേ പോലെ, ഞങ്ങളുടെ കൂടെ പോലെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. എനിക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കുകയും പിശാചിന്റെ ഒന്നാമത്തെ തന്ത്രം പറഞ്ഞു, ഞങ്ങളും നിങ്ങളും തമ്മിലൊരു വേർതിരിവുണ്ട്, നിങ്ങളുടെ നടുവിൽ പറ്റില്ല. രണ്ടാമത്തെ തന്ത്രം, പൊക്കോ, ആണുങ്ങളെല്ലാം പൊയ്ക്കോ, വലിയ ദൂരെ ഒന്നും എന്ത് ചെയ്യരുത്, നടക്കില്ല. ഞങ്ങളെ ദൈവം നടത്തിയത് ഞങ്ങൾ കുടുംബമായിട്ടുള്ള ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ തന്ത്രം ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഭാര്യമാരും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടല്ലേ, പൊയ്ക്കോ, സമ്പത്തുകളെല്ലാം ഇവിടെ ഇരിക്കട്ടെ. സമ്പത്തുകൾ. നാലാമത്തെ തന്ത്രം, നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഇവര് പോകുമോ? എന്നിട്ട് ചുറ്റുള്ളിയും ഇറച്ചിക്കല്ലോ പറഞ്ഞ് തിരിച്ചു പോരാൻ തുടങ്ങിയവരാ. പ്രൈസ് ദി ലോർഡ്. മോശ പറയുന്നത് നടക്കില്ല, ഞങ്ങൾക്കും ഞങ്ങൾ. എന്നാൽ നിങ്ങളെല്ലാം ചെയ്തോ, ദൂരെ പോകരുത്. എന്തോ ചെയ്യരുത്? ഇന്ന് ഒരു ദൂത് ഞാൻ പറയട്ടെ. ആരാധന എന്ന് പറയുന്നത് സ്തോത്രം, സ്തോത്രം, രക്ഷയും സ്നാനവും ഒക്കെ അപ്പുറത്ത് കടന്ന ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ അനുഭവങ്ങളിലേക്കുള്ള അവസ്ഥയാണ് എന്ന് ദൈവ മക്കൾ ഓർത്തിരിക്കണം. സ്തോത്രം. മോശ പറഞ്ഞു നടക്കില്ല, നടക്കില്ല. 3 ദിവസം. 4 തന്ത്രമാണ് ആരുപയോഗിച്ചത്? ഫറവോൻ ഉപയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ, 4 സ്വർലോകത്തിലെ പടിപടിയായി തിരിച്ചു പറഞ്ഞിരിക്കുക അല്ലേ? പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ സൈനിക വ്യൂഹത്തെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുക. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ സാത്താനെ കുറിച്ച് പറയുമ്പോൾ പലരും പേടിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അതിനെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തെയും അണലിനെയും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ. ഇത് വാഗ്ദത്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ പറയപ്പെട്ടിരിക്കുന്നതായ ചതുർവിധമായ ശക്തികളെ ആണ് ഫറവോൻ അവിടെ ഉപയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇത് ഒന്ന് പറഞ്ഞിട്ട് സ്തോത്രം അല്പം വിശദീകരിക്കേണ്ട ആവശ്യം കൂടെയുണ്ട്. 1 എന്താ? വാഴ്ചകളാണ്, ഇല്ലേ? വാഴ്ച. ദൈവത്തിന് സ്തോത്രം. ഈ ആരാധന ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, ഇത് എങ്ങനെ വിജയത്തിലേക്ക്, വളർച്ചയിലേക്ക് എത്തരുത് എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക തന്ത്രമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ആവശ്യത്തിലധികം ഉറപ്പിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ പൂണിയിൽ നിന്ന്, അവന്റെ അധികാരത്തിൽ നിന്ന് ആത്മാക്കളെ പിടിച്ചെടുക്കുക എന്നൊരു ദൗത്യം, അതിന് ശ്രമിക്കുക എന്നൊരു ദൗത്യം, ദൈവാത്മാവിന്റെ സഹായത്തോടെ ചെറുപിടികൾ വയ്ക്കുക എന്ന ദൗത്യം പിശാചിനെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ വളരെ പ്രാർത്ഥനാപൂർവ്വം ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏത് നിലയിലാണ് നമ്മളെ ഉപരോധിക്കേണ്ടതെന്ന് സാത്താന്റെ ദൂതന്മാര് വളരെ തന്ത്രപരമായി ആലോചിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സാത്താന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് സാത്താനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസിക്കാറില്ലേ, ഇല്ലേ? പ്രിയമുള്ളവര്, സാത്താൻ ഈ നെടുമ്പറത്തും വന്നിട്ടില്ല, തിരുവല്ലായിലുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിൽ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദാനിയേൽ 21 ദിവസം ബോധിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ വന്ന് തടഞ്ഞെന്നല്ല, പേർഷ്യൻ രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞെന്ന. അപ്പൊ ആ രാജ്യത്തെ അടക്കി വാഴുന്ന ഒരു പൈശാചിക ശക്തി. പ്രൈസ് ദി ലോർഡ്. ഈ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സാത്താന്റെ ഒരു ഭരണ സംവിധാനത്തിന്റെ മോഡലിലാണ്. ഒരു വാർഡ് പ്രസിഡന്റ് ഉണ്ട്. ഇത് നെടുമ്പറം പഞ്ചായത്തിലെ 13ാം വാർഡിലാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും ഇവിടെ ആത്മീയ ആരാധന വെളിപ്പെടാതിരിക്കാനും ആത്മാക്കൾ രക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സാത്താന്റെ ഒരു ദൂതനെ സാത്താൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനെ ബന്ധിക്കുന്ന കാര്യവും അവനെതിരെ പോരാടുന്ന കാര്യവും ഒക്കെയാണ് തിരുവചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്.
അവനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പുകൾ കവരുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ പ്രവർത്തന മേഖലയ്ക്കകത്ത് നിന്ന് പോരാടുന്ന പൈശാചിക പോരുകളെ നിന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ആത്മാവിൽ സ്വർഗത്തെ സ്പർശിച്ച് അവയെ ബന്ധിക്കുമ്പോൾ പിശാച് അത് നിർവീര്യമായി തീരുകയും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുകയും ചെയ്യും. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവദാസന്മാരെല്ലാം തന്നെ രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പൈശാചിക ശക്തികളെ ബന്ധിച്ച് അവയുടെ മേൽ ജയം കൊണ്ടാടിയിട്ടുണ്ട്. Praise the Lord. Praise the Lord. സാത്താൻ ശക്തനായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ബലഹീനരാണെന്ന് ഓർക്കണം. പക്ഷെ അടുത്ത പദം നമ്മുടെ ബലഹീനത തികഞ്ഞു വരുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സെരുബാബേൽ ഇങ്ങനെ നടന്നങ്ങോട്ട് ചെന്നപ്പോൾ ഒരു മഹാപർവ്വതം നിൽക്കുന്ന കണ്ടു. സ്തോത്രം. മഹാപർവ്വതത്തെ നോക്കി, മഹാപർവ്വതത്തെ അക്ഷരീയ പർവ്വതത്തെ നോക്കിക്കൊണ്ട് നീ ആരെന്ന് നമ്മൾ പറയുമോ? ഇന്ന് രാവിലെ ബഹുമാന്യ കർത്തുദാസൻ വന്നിട്ട് മേശയെ നീ ആരെന്ന് ചോദിച്ചോ? ഇല്ല. ഈ സെറ്റിനെ നോക്കിക്കൊണ്ട് നീ ആരെന്ന് ചോദിച്ചോ? നിർജീവമായ വസ്തുവിനെ നോക്കിക്കൊണ്ട് നീ ആരെന്ന് ചോദിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പർവ്വതം എന്ന് അലങ്കാരിക ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്ത് സെരുബാബേലിന്റെ പ്രവർത്തനത്തിനെതിരെ, സെരുബാബേലിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, സെരുബാബേലിന്റെ ദർശനത്തിനെതിരെ, സെരുബാബേലിന്റെ നടത്തത്തിനെതിരെ ശക്തിയോടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തെ കണ്ടിട്ട് എനിക്കിതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, എന്നെക്കാൾ ശക്തമായ ഒരു പോരാണ് നിൽക്കുന്നത് പറഞ്ഞ് പിന്തുടരുകയല്ല. താൻ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, പർവ്വതം, മഹാപർവ്വതമേ നീ ആരെ? സെരുബാബേലാകുന്ന എന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരെ? നീ സമഭൂമിയായി തീരും. എങ്ങനെയാണെന്ന് പറഞ്ഞു. കൃപ, കൃപ എന്ന ആർക്കോട്ട് അവൻ അതിന് ആണിക്കണ്ട് കഴിക്കും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്. ഇന്ന് പകൽ ഒരു ദൂത് പറയട്ടെ, നിനക്കതിനെ കുടുംബാന്തരീക്ഷത്തിലോ സാമൂഹ്യ അന്തരീക്ഷത്തിലോ സാമ്പത്തിക അവസ്ഥയിലോ ഒക്കെ പോരാടി നിൽക്കുന്ന പർവ്വത സമാനമായ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് അടങ്ങിയിരിക്കാനല്ല, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ആരെന്ന് ചോദിക്കുവാൻ ആത്മാവിൽ പർവ്വതങ്ങളെ ഉടച്ച് തകർത്ത് പാറ്റിയെറിയുവാനുള്ള ദൈവാത്മാവിന്റെ ഒരു പ്രവാഹമാണ് ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ഈ പ്രദേശത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേലുണ്ടെങ്കിൽ ഈ പിശാചിന്റെ തന്ത്രങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇതിന്റെ മേളിൽ ഒരു കൂട്ടരെ ആക്കി വെച്ചിട്ടുണ്ട് സാത്താൻ. നേരെ അവിടെ മെസ്സേജ് കൊടുക്കും, അവര് കൂട്ടമായി വരും. അതിനെ കീഴടക്കി കഴിയുമ്പോൾ അതിന്റെ മേളിൽ വരും. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നേരിട്ട് പോരാടിയ ചില സംഭവങ്ങളേ ഉള്ളൂ. ഒന്ന്, പത്രോസ് പറഞ്ഞു, നീ മരിക്കരുത്, നീ മരിക്കരുത്, ഞാൻ മരിക്കാം. പിന്നെ കർത്താവ് പറഞ്ഞു, എന്റെ മോനെ ഇത്രയും പേര് കൂടെ നടന്നു, അപ്പവും കൊടുത്തു, മീനും കൊടുത്തു, ശുശ്രൂഷയിൽ ഞാൻ സഹകരിപ്പിച്ചു, നീയേ ഉള്ളടാ എന്റെ കൂടെ എന്ന് പറഞ്ഞ് കൈ കൊടുത്തില്ല. പിന്നെ എന്തോ പറഞ്ഞെന്നാ പറഞ്ഞേ? സാത്താനെ എന്നെ വിട്ട്, യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ച് മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുക്കാൻ വന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റുവാൻ ഉപദേശിപ്പാൻ ഇറങ്ങി വന്ന സാത്താന്യ ശക്തിയെ ശാസിച്ചു. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായി മരുഭൂമിയിലേക്ക് പോയ കർത്താവിനോട് പോരാടുവാൻ സാത്താൻ ഇറങ്ങി വന്നു. അടുത്തത് അപ്പക്കണ്ണം വാങ്ങി വായിലിട്ടപ്പോൾ സാത്താൻ അവരിൽ പ്രവേശിച്ചു. ഇനി അധികം പറയേണ്ട, മോശയുടെ ശവശരീരത്തെ സംബന്ധിച്ച് തർക്കിച്ചു. ഇങ്ങനെ ചില സംഭവങ്ങളിൽ മാത്രമേ സാത്താൻ നേരിട്ടിറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്നുള്ളൂ. സ്തോത്രം. അവന്റെ ദൂതന്മാരെ വിന്യസിപ്പിച്ച് അവൻ യുദ്ധം ചെയ്യുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി, കഠിന ഉപവാസമാണ്. പാവം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പുറത്തു വന്ന് യുദ്ധത്തിലും ഒക്കെ ജയിച്ച് നമ്മൾ
ഇങ്ങനെ ഭക്ഷണമൊക്കെ പാസ്റ്റർ ഉണ്ടാക്കി കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ നമ്മൾ ഓമനിച്ച് വളർത്തിയ ചില വാഴകളുണ്ടെന്നിരിക്കട്ടെ, അങ്ങേതിലെ കുട്ടപ്പന്റെ പശു വന്നത് തിന്ന് മറിച്ചു. ഒരാഴ്ചത്തെ ഉപവാസവും കൃപയും സമയം നമ്മൾ എന്ത് ചെയ്യും? കുട്ടപ്പ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും? ഇല്ല. എന്നാൽ കുട്ടപ്പ നീ പശുവിനെ കെട്ടിയില്ല. ഉടനെ കുട്ടപ്പ പറഞ്ഞു, നിങ്ങൾ ഉയരികെട്ടാൻ എന്താ? പറഞ്ഞു ഈ ഒരാഴ്ചത്തെ മുഴുവൻ കൃപയും സാത്താൻ കുട്ടപ്പനുമായിട്ടുള്ള പോരാട്ടത്തിൽ നഷ്ടപ്പെടുത്തും. ഇതാണ് പിശാചിന്റെ തന്ത്രം. അവർക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഓരോ വിഷയത്തിലും ഏറ്റെടുത്താൽ മതി. സ്തോത്രം. വളരെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദൈവവാഗ്ദത്തം കിട്ടി വീട്ടിലേക്ക് ചെന്ന് വിശന്ന് ചെന്ന് ഭാര്യ ഒരുക്കുക, മീൻകറിക്കകത്ത് അല്പം ഉപ്പ് കൂടിയാൽ മതി, ഒരു പക്ഷേ അവിടെ സാത്താന്റെ ദൂതൻ ജയിക്കും. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഓരോന്ന് ജീവിതത്തിലെ പരാജയങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ജയിക്കണമെന്ന് ഓർത്താൽ മതി. ഇവിടെ പോരാട്ടങ്ങൾക്ക് 4 വിധ ശക്തികളെയാണ് സാത്താൻ വിന്യസിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും പോരാടുന്ന തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ശക്തി വാഴ്ചകൾ എന്നാണ്. പൗലോസ് കൃത്യമായി പറഞ്ഞു, പാപം നിങ്ങളുടെ മധ്യ ശരീരങ്ങളുടെ മേൽ വാഴരുത്. ഈ പാപം നമ്മുടെ ശരീരത്തിലുണ്ട് കേട്ടോ. ആരും ഗബ്രിയേലും മീഖായേലും ഊറിയേലും തുമ്മിയലുമാരും ഇരിപ്പില്ല. പാസ്റ്ററിലുമുണ്ട് പാപം, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. കാരണം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ചെയ്തിട്ടില്ല, പാപമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ സാത്താൻ കഴിഞ്ഞ നാളുകളിലെ ഓരോരോ തെറ്റുകളും കുറവുകളും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സ്തോത്രം പറയാതിരിക്കും. ഒരു സ്തോത്രം പോലും നമ്മളെ പറയിപ്പിക്കാതിരിക്കും. എന്നാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാത്താനോട് പറയണം, സാത്താനെ ഇനിയും വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. ഇനി എന്നിട്ട് പറയണം, ഒരു കാര്യം കൂടെ കേട്ട ചിന്തി പോകും. സ്തോത്രം. അവൻ വെളിച്ചത്തായിരിക്കുന്ന പോലെ നാമം വെളിച്ചം നടക്കുന്നത് നമുക്ക് അവൻ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. നീ ഇപ്പൊ പറഞ്ഞത് ഇനി പറയാനിരിക്കുന്നത് കൂടെ എന്ത് ചെയ്യും? സകല പാപവും പോക്കി എന്നെ ഒരു സ്തോത്രം പറയാമോ? അതുകൊണ്ട് ഞാൻ ഇന്ന് വിശുദ്ധനാണ്, എന്റെ ആരാധന ദൈവം പ്രസാദിക്കുമെന്ന് പറയുമ്പോൾ പിശാച് ഒരു 90% പരാജയപ്പെടും. നിന്നെ ആരാധിപ്പിക്കാതിരിക്കുന്നത്, നിന്നെ സ്തോത്രം ചെയ്യിക്കാതിരിക്കുന്നത് ഇതുപോലുള്ള സാത്താന്യ കുറ്റപ്പെടുത്തലാണ്. ആരാധനയിലായതുകൊണ്ട് പോരാട്ടമില്ലെന്നല്ല, ആരാധനയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും അധികം പോരാട്ടമുള്ളത്. Praise the Lord. Praise the Lord. Praise the Lord. സകല പാവവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനൊരു ദൈവവൈദ്യനാണ് എന്ന് നാം ഏറ്റു പറയുമ്പോൾ സാത്താൻ പരാജയപ്പെടുകയാണ്. വാഴ്ചകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വളരെ സമയപരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം, ദീർഘിപ്പിക്കുന്നില്ല. വാഴ്ചകൾ. പ്രൈസ് ദി ലോർഡ്. ഈ വാഴ്ചകളെ തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒടുവിൽ ഞാൻ പറയാം. രണ്ടാമത്തെ കൂട്ടർ എന്തോ മുന്നേ അധികാരങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അത് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദുഷ്ട ആത്മാവ്, ഒരാത്മാവ് നമ്മളെ വിട്ടുപോയി ഇല്ലേ? എപ്പോ രക്ഷിക്കപ്പെട്ടപ്പോ കർത്താവ് പറഞ്ഞ പോയച്ച് അവരെന്ത് ചെയ്തു? ഇങ്ങനെ പോയപ്പോ അവിടെ ഇന്ന് സ്ഥലം കണ്ടില്ല. കാരണം ഒത്തിരി പുള്ളികൾ ഇതുപോലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടും ജന്മം പ്രാപിച്ചു വന്നുകൊണ്ട് ഒത്തിരി പുള്ളികളുണ്ട്. താൻ തിരിച്ചു വന്നപ്പം എന്തോ ചെയ്തിരിക്കുക? അടിച്ചു വാരി അകത്തൊരാൾ ഇരിക്കേണ്ട ആളില്ല, നല്ല ക്ലീനായി കിടക്കുക. താൻ കയറി അവിടെ ഇരുന്നല്ല, കയറി ഇരുന്നാൽ അടുത്ത യോഗത്തിൽ യേശുവിന്റെ രക്തം ജയമെന്ന് പറയുമ്പോ പിന്നെ വിട്ടുപോകേണ്ടി വരും. അതുകൊണ്ട് പുള്ളി എന്നിട്ട് എന്ത് ചെയ്തെന്നാ വായിക്കുന്നത്? തന്നിലും ദുഷ്ടതയേറിയ. അപ്പൊ ഇപ്പൊ എത്ര പേരാ? നമ്മൾ കണ്ടിട്ടുള്ള വലിയ മഹാപർവ്വതം പോലെയുള്ള പലരിലും പണ്ട് ഒന്നേ ഉള്ളായിരുന്നു, ഇപ്പൊ എത്രയായി? 8ആയി. സ്തോത്രം. 8 പേരെയും വഹിച്ചുകൊണ്ടിരിക്കുക. അവനറിയാൻ നിൽക്കുന്നു തന്നിലും ദുഷ്ടതയേറിയ. സ്തോത്രം. എത്ര പേർക്ക് ദൂതമായി? ഇത് വെളിയിലത്തെ കാര്യമല്ല, അകത്തെ കാര്യമായി പറയുന്നത്. ഇവരൊന്നിച്ച് അധികാരം നടത്തുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കൂട്ടർ അധികാരങ്ങൾ ഈ ലോകത്തിലെ ഈ അന്ധകാരത്തിന്റെ യേശു കർത്താവ് വസിച്ചപ്പോൾ ലോകവും അതിന്റെ സകല
സംവിധാനങ്ങൾ കാണിച്ച ചോദിച്ചു, നീ എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ ഞാൻ തരാം. പ്രൈസലോ, കർത്താവ് എന്തോ പറഞ്ഞു? വചനവും കൊണ്ട് വന്നപ്പോ തിരിച്ചു വചനം കൊണ്ട് സാത്താൻ പറഞ്ഞു, പിതാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. സാത്താൻ എന്ന് പറഞ്ഞ സ്തോത്രം. പ്രൈസലോ. അപ്പൊ ലോകത്തിന്റെ സകല വ്യവസ്ഥിതികളും സാത്താൻ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ഭൗമിക ലോകങ്ങളോടൊക്കെ ഇടപെടുവാൻ സാത്താൻ അവകാശമുണ്ട്. നഷ്ടകഷ്ടങ്ങള്, നമ്മുടെ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങള്, മക്കള് മാതാപിതാക്കൾ ബന്ധങ്ങള്, സാമ്പത്തിക വ്യവസ്ഥിതികള്, നമ്മുടെ ഉറ്റ സ്നേഹിതര്, ഇവരുടെ മേലെല്ലാം സ്തോത്രം ഈ ലോകത്തെ അന്ധകാര ശക്തികൾക്ക് ഒരു സ്വാധീനതയുണ്ട്. നമ്മൾ ഒത്തിരി സ്നേഹിച്ച സഹായിച്ച ഒരാൾ നമുക്കെതിരെ ഏറ്റവും ദോഷകരമായ ഒരു കാര്യം പറയുന്നു എന്നിരിക്കട്ടെ. പ്രൈസലോ, ആരായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? പൗലോസ് നമ്മുടെ പോരാട്ടമുള്ള ജനരക്തങ്ങളോടും അധികാരങ്ങളോടും വാഴ്ചകളോടും അന്ധകാര ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും. അപ്പൊ ആരായിരിക്കും പോരാടുന്നത്? ജഡരക്തങ്ങളല്ല. നമുക്കെതിരായി നമ്മുടെ സൗഹൃദത്തിൽ ഒന്നിച്ചു നിന്നാൽ, ഒരുപാട് കാര്യങ്ങൾ കൈകോർത്ത് നിന്നാൽ ദൈവം ചെയ്യുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒരു ദുഷ്ടശക്തിയെ എന്ത് ചെയ്യുക? ലോകത്തിലെ അന്ധകാര ശക്തികൾ, നമ്മുടെ സാമ്പത്തിക വഴികളെ അടയ്ക്കുന്നത് ലോകത്തിലെ അന്ധകാര ശക്തികളാ. കുഞ്ഞുങ്ങളുടെ ഭാവിയോട് പോരാടുന്ന ലോകത്തിലെ അന്ധകാര ശക്തികളാ. സ്തോത്രം, സ്തോത്രം. മൂന്നാമത്തെ 4, സ്വർലോകത്തിലെ ഈ ദേഹത്തിന് ഇടപെടാനുള്ള സ്ഥിതി സ്വർലോകത്തിലെ നേരെ വന്നിട്ട് നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മളെ മലിനപ്പെടുത്തുകയാണ്. സ്തോത്രം. ആത്മാവ് ദൈവത്തിന്റെ സാരാംശമാണ്. ഈ ആത്മാവിലേക്ക് ഈ 3 ശക്തിക്ക് ഇടപെടാൻ സാധ്യമല്ല. പിന്നെ ആർക്കാ? സ്വർലോകത്തിലെ ദുഷ്ടാത്മസാഖ്യം. അപ്പം നമ്മളോടുള്ള ബന്ധത്തിൽ ഈ 4 ലോകമല്ലാതെ വേറൊരു ലോകമുണ്ടോ? 1 ശാരീരിക ലോകം, 2 മാനസിക ലോകം, 3 ആത്മീയ ലോകം, 4 ഭൗമിക ലോകം. 4 ഈ ഭൗമിക ലോകത്തിൽ ഉൾപ്പെട്ടതാ ഈ ലോകത്തിലുള്ള സകല ബന്ധങ്ങളും സകല സാഹചര്യങ്ങളും. സാധാരണ കുറിച്ച് പ്രസംഗിക്കാനായിട്ടിരിക്കുന്നതോട് നിശ്ചയമായി പോയിക്കൊണ്ടേയിരിക്കും. അത് എന്നെ ബാധിക്കാതെ നിങ്ങളെ ബാധിക്കാതിരുന്നാൽ മതി. ഈ 4 അല്ലാതെ 5ാമതൊരു ലോകമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ലോകത്തില്ല. 4 ലോകമേ ഉള്ളൂ. ഈ 4 ലോകത്തിലും സാത്താൻ ശക്തികളെ ഊഹിച്ചു നിർത്തിയിരിക്കുക. എന്നിട്ട് അവൻ അതിന്റെ മേളിയിരിക്കുക. അവനിരിക്കുന്ന സ്ഥലം കൂടെ പറയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ പാതാളത്തിന്റെ വാതുക്കൽ നിരാശനായിട്ട് സാത്താൻ ഇരിക്കുന്നു എന്നാണ് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അവരവിടെ ഇരിക്കുക. സ്തോത്രം. ബാക്കിയുള്ള ദൂതന്മാർക്ക് മെസ്സേജ് കൊടുത്ത് ഈ 4 ചതുർവിധമായ ശക്തികളെ സ്വാധീനിച്ചു നിർത്തി പോരാടുകയാണ്. ഈ 4 ശക്തികളെ നമ്മള് ദൈവത്തിന് സ്തോത്രം. നമുക്ക് പനിക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പോയി സ്തോത്രം തലവേദനയുടെ ഗുളിക കഴിക്കത്തില്ല. പിന്നെന്തോ ചെയ്യും? പാരാസെറ്റമോൾ കഴിച്ച് പനി എന്ത് ചെയ്യും അല്ലേ? അപ്പം രോഗം കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കാൻ എന്ത് കിട്ടും? വേഗത്തിൽ. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ഇതിലേത് ശക്തിയാണ് നിന്റെ ഏത് തലത്തിൽ പോരാടുന്നെന്ന് തിരിച്ചറിയണം. രോഗമിട്ട് ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ശാരീരിക ക്ലേശമിട്ട് വളരെ പോരാടുമ്പോൾ നീ എന്ത് ചെയ്യണം? ദുഷ്ടശക്തി നമ്മുടെ ശരീരത്തോട് എഴുന്നേറ്റ് കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആത്മാവിൽ ചൈതന്യപ്പെടുമ്പോൾ അത്യന്ത ശക്തി മൺകൂടാരങ്ങളുടെ മേൽ പകരുകയും വാഴ്ചകളുടെ മേൽ ജയം നേടുവാനിടയായിത്തീരും. ഒരു സമാധാനമില്ല. ശരിക്കും വാസ്തവം ഒരു സമാധാനവുമില്ല, ഒരു സ്വസ്ഥതയുമില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ സ്തോത്രം അധികാരം നടത്തുകയാണ്. എവിടെ? നിന്റെ മനസ്സിനെ, നിന്റെ ഇച്ഛകളെ, നിന്റെ വികാരങ്ങള് നിന്റെ ജീവനിലേക്ക് വ്യാപരിച്ച് ക്ഷീണിപ്പിക്കുകയാണ്. സ്തോത്രം. രാവിലെ മുതൽ ഇത്രയും നേരം വന്ന് ഒരു സ്തോത്രം പോലും പറയാൻ പറ്റുന്നില്ല. നല്ല ആളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിന്റെ ആത്മാവിൽ ലോകത്തിലെ അന്ധകാര ശക്തിയല്ല, പിന്നെ ആരാ പോരാടിയിരിക്കുന്നത്? സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന പോരാടി മൂടുപടം വിട്ടിരിക്കുക. ഒരു സ്തോത്രം പറയാം. വേറെ ഒരു കുഴപ്പവുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നല്ല അച്ചായന. പക്ഷെ ഒന്ന് സ്തോത്രം ചെയ്യുവാനോ ഒന്ന് ദൈവത്തെ സ്തുതിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നാലാമത്തെ ശക്തി, ഈ ലോകത്തിലെ അന്ധകാരം. സഹവാസയെ പ്രാർത്ഥിക്കണേ, കുഞ്ഞ് ഒരാഴ്ചയായി ജോലിക്ക് പോകാൻ വയ്യ, പോകാൻ ഒരുങ്ങുമ്പോൾ പ്രശ്നമാണ്. സ്തോത്രം. ആരാ പോരാടുന്നറിയാമോ? ഈ ലോകത്തിലെ. അപ്പൊ നമ്മൾ ഏത് തലങ്ങളിലാണ് പോരാടുന്നതെന്ന് അറിഞ്ഞ് ആ തലങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ആ തലങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ സാത്താൻ പോരാടുന്ന വഴികള്, വാതിലുകളെ തിരിച്ചറിയുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞു അവന്റെ മേൽ ജയം പാടുവാൻ നമുക്കിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവദാസൻ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ദൈവത്തെ താൻ പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്തോ ചെയ്തു? യോശാഫാത്ത് പാടി വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം ശത്രുനിരയെ എന്ത് ചെയ്തു? ഈ പൈശാചി, അവിടെ അമോര്യരും മോവാബ്യരും മെയൂന്യരും സേയിർ പർവ്വതക്കാരും വന്ന് 4 ശക്തികൾ വന്ന് വളഞ്ഞു. അപ്പൊ ഏതെല്ലാം വഴികളെ അടച്ചു? ശാരീരികവും മാനസികവും ആത്മീയവും ഭൗമവുമായ തലങ്ങളെ അടച്ച് പോരാടിയപ്പോൾ ആയുധവാഹരെ നിർത്തി യുദ്ധം ചെയ്യല്ല ചെയ്തത്, പാടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സംഗീതക്കാരെ നിയമിച്ചു. സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ദൈവം നമ്മുടെ കയ്യിൽ ചങ്ങല വന്നിരിക്കുക അവനെ ബന്ധിക്കുവാൻ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരുപാട് പേരൊന്നും വേണ്ട. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരിന്റെ ചാലുകളിൽ നീ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ദുഷ്ടശക്തികൾ എത്ര വിദൂരയിലാണെങ്കിലും അവയെ ബന്ധിക്കുവാൻ കഴിയും, അവയെ തകർക്കുവാൻ കഴിയും. ഇത് വെറും ദൈവത്തിന് സ്തോത്രം വാക്കുകളല്ല, വിശുദ്ധന്മാർ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ദുഷ്ടശക്തികളെ ബന്ധിച്ച് അവരുടെ മേൽ ജയം നേടിയ കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒടുവിൽ പറയുക, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും. കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. ഇതിലേതെങ്കിലും തലങ്ങളിൽ ദുഷ്ടപിശാചിന്റെ പോരാട്ടത്തിൽ പരാജിതരായിട്ടായിരിക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒന്നുകിൽ ശാരീരികമായ ഒരുപാട് പ്രശ്നം, പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചു, ഓസിച്ച് പ്രാർത്ഥിച്ചു, ഒരു വിടുതൽ ലഭിക്കുന്നില്ല. വാഴ്ചകൾ നിന്റെ ശരീരത്തോട് പോരാടുക. ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറ, കർത്താവ് എന്നെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് എന്റെ ശരീരത്തോട് പോരാടുന്ന വാഴ്ചകളുടെ മേൽ ജയമെടുക്കുവാൻ എനിക്ക് കൃപ തരണമേ. അല്ല, നിന്റെ മനസ്സിനെ തകർക്കുന്ന, സമാധാനത്തെ തകർക്കുന്ന, സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ദുഷ്ടപോരികളായിരിക്കും അവ. മാറി മാറി അധികാരം നടത്തുക. ദൈവമേ, ഇന്ന് പകൽക്കാലം വിശുദ്ധിയോട് അടുത്തു വരുന്നു. ദൈവാത്മാവെ അതിശക്തമായി എന്റെ ആത്മാവിൽ നിന്ന് എന്റെ മനസ്സിലേക്ക് ഇറങ്ങി വരണമേ. എനിക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ല. അനേകരും ആരാധിച്ച് സന്തോഷിക്കുമ്പോൾ എനിക്ക് ദൈവസ്ഥനെ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. നിന്റെ സ്തോത്ര ആത്മാവിൽ മൂടുപടമിട്ട് പോരാടി നിൽക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയാണ്. നിന്നേക്കാൾ മോശമായി ജീവിച്ചു എന്ന് നീ ചിന്തിക്കുന്ന പലർക്കും നന്മകളും അനുഗ്രഹങ്ങളും വരുന്നു. എന്റെ സമ്പത്തുകൾ അപഹരിക്കപ്പെടുന്നു, എന്റെ നന്മകൾ അപഹരിക്കപ്പെടുന്നു. എന്റെ കുഞ്ഞുങ്ങൾ വേണ്ട പോലെ വിദ്യാഭ്യാസം ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട ജോലി ലഭിക്കുന്നില്ല. വളരെ പോരാട്ടത്തിൽ ഞാൻ ആയിരിക്കുകയാണ്. ഈ ലോകത്തിലെ അന്ധകാര ശക്തികളുടെ പോരാട്ടമാണ്. ഈ ചതുർവിധ പോരാട്ടങ്ങളെ കുറിച്ച് പൗലോസ് വ്യക്തമായി പറഞ്ഞു. വാഴ്ചകളും അധികാരങ്ങളും അന്ധകാര ശക്തികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും പോരാടുമ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിപ്പീ. ഫിലിപ്പിയിലേക്ക് നടന്നു നീങ്ങിയ പൗലോസ് ആത്മാവിൽ ഭൂതത്തെ ശാസിച്ചപ്പോൾ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിന്റെ അന്തർഭാഗത്ത് തള്ളി. പൗലോസിന്റെയും ശീലാസിന്റെയും കാലുകൾ ആമത്തിൽ പൂട്ടി, കൈകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ശാരീരികമായ ബന്ധനം, ശരീരം മുഴുവൻ മുറിവേറ്റ സങ്കടത്തിന്റെയും നിരാശയുടെ നടുവിൽ പരസ്പരം കുറ്റം പറഞ്ഞില്ല. അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഗ്ലോറി. പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. കഴിഞ്ഞ 1 വർഷം നടത്തിയ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പാടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയ നിന്റെ കാലിൽ ചങ്ങല വെക്കാമെന്ന് വിചാരിക്കുന്ന, നിന്റെ കൈകളെ ബന്ധിക്കാമെന്ന് വിചാരിക്കുന്ന ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട്, ജയിലറുടെ ആഴങ്ങളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിരിക്കും. ഈ പ്രദേശത്ത് ആഴങ്ങളിൽ പടുത്തുയർത്തിയിരിക്കുന്ന ദുഷ്ടപോരികൾ തകർക്കുവാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവം
ആരാധനയ്ക്ക് ഇടയായി തീരുമെന്ന് ഇന്ന് പകൽ നമ്മൾ ഓർക്കണം. അന്ധകാര ശക്തികൾ വലവിരിച്ചു നിൽക്കുകയാണ്. തെക്കോട്ട് നോക്കി, വടക്കോട്ട് നോക്കി, പടിഞ്ഞാറോട്ട് നോക്കി പൗലോസ് ദൈവത്തിന്റെ വചനം അവിടെ വാരി വിതറി. എന്താ സംഭവിച്ചെന്നറിയാമോ? സ്വർഗീയ അഗ്നി എഫോസിസ് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്നു. എഫോസിസ് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? 1000 ലക്ഷം വിലയുള്ള മന്ത്രവാദ പുസ്തകങ്ങൾ വാരിയിട്ട് തീ കത്തിച്ചു. എഫോസിസ് പട്ടണം വിടുവിക്കപ്പെട്ടു. അങ്ങനെ ഈ പട്ടണം വിടുവിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു, ഇന്ന് കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ആദരങ്ങളിൽ എടുക്കുവാൻ കഴിയട്ടെ. പൗലോസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ദുഷ്ടപ്പോരുകള് അതിന്റെ പോരാട്ടങ്ങളെ ജയിക്കുവാൻ സ്തുതികളെയും സ്തോത്രത്തിന്റെയും ആരവം നിന്നിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഉയരുവാനായി തീരട്ടെ. പാടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ശത്രു തകർന്നുവെങ്കിൽ ഇന്ന് പകൽ ഇവിടെ നീ പാടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ശത്രുവിന്റെ ആരവത്തെ അടക്കി കളയുന്നവൻ, ദുഷ്ടന്റെ വെല്ലുവിളിയെ തകർത്ത് കളയും നമ്മുടെ കർത്താവ് ജീവിക്കുന്നവരെ കരങ്ങളെ അടിച്ച് അല്പസമയം നമുക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട, ആത്മാവിനെ ദൈവത്തെ സ്തുതിച്ചാട്ട, ദൈവത്തിന്റെ പ്രവർത്തിക്കാം. കൈയൊന്ന് വീശി പറഞ്ഞേ, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തമായ ഒരു ആത്മീയ ദൂത്, ഒരു സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധത്തിന്റെ ഒരു മർമ്മം കർത്തൃദാസനിലൂടെ ദൈവം തന്നുകൊണ്ട് 2 കൈ മടിച്ച്